അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ആണ് അല്ലെ. എങ്ങനെയൊക്കെ നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷൻ, നമ്മുടെ പ്ലാന്റ്സ് ആനിമൽസ് ഒക്കെ അടങ്ങുന്ന ആ ഒരു വെജിറ്റേഷൻ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ്, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. And the growth of vegetation depends primarily on the temperature and moisture അല്ലെ. എന്ന് വെച്ചാല് ഇപ്പൊ പല കാലാവസ്ഥയിൽ നിലനിൽക്കുന്ന പല പ്ലാന്റ്സ് ഉണ്ടാവും, ട്രീസ് ഉണ്ടാവും അല്ലെ, അതുപോലെ തന്നെ ആനിമൽസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ കൂടുതൽ പോളാർ റീജിയൻസ് അന്റാർട്ടിക്കയിലൊക്കെ എന്താണെന്ന് വെച്ചാൽ പോളാർ ബിയർ അല്ലെ, അങ്ങനെ അതുപോലെ പെൻഗ്വിൻസ് ഒക്കെ കൂടുതലായിട്ട് കാണുന്ന തണുപ്പ് പ്രദേശങ്ങളിലാണ്. അതുപോലെ പല സീസണിൽ ജീവിക്കുന്ന പല ആനിമൽസ് ഉണ്ടാവും, പല പ്ലാന്റ്സ് ഉണ്ടാവും അല്ലെ, പല പ്ലാന്റ്സ് ഉണ്ടാവും, ട്രീസ് ഉണ്ടാവും. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയുന്നത്. മേജർ വെജിറ്റേഷൻ ടൈപ്സ് ഓഫ് ദി വേൾഡ് ആർ ഗ്രൂപ്ഡ് ആസ് ഫോറസ്റ്റ് അല്ലെ. ഈ ഒരു വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് ഏരിയ, പ്ലാന്റ്സ്, ഗ്രാസ് ലാൻഡ്സ്, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ്, ട്രീസ്, അതിനെ കുറിച്ചാണല്ലോ. ഞാൻ വൈൽഡ് ലൈഫിനൊന്നും പറഞ്ഞതേ പല കാലാവസ്ഥയിൽ നിൽക്കുന്ന പല വൈൽഡ് ലൈഫ് ഇതുണ്ട്, നമ്മൾ പറഞ്ഞു നേരത്തെ വൈൽഡ് ലൈഫിന്റെ ഇതിൽ അല്ലെ. അപ്പോ മേജർ വെജിറ്റേഷൻ ടൈപ്പ്, പലതരത്തിലുള്ള വെജിറ്റേഷൻ ടൈപ്സ് ഉണ്ട് എന്നാ പറയുന്നത്. എന്തൊക്കെയാണ്? ഫോറസ്റ്റ് അല്ലെ, ഫസ്റ്റ് വൺ എന്താണ്? ഫോറസ്റ്റ് ഫസ്റ്റ് ടൈപ്പ് ആണ്. സെക്കൻഡ് ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്, പിന്നെന്താണ്? സ്ക്രബ്സ് ഉണ്ട്, പിന്നെ ഫോർത്ത് വൺ ഇറ്റ് ഈസ് തുണ്ട്ര. ഇങ്ങനെ എത്ര 4 ടൈപ്പ് ഓഫ് വെജിറ്റേഷൻസ് ആയിട്ടാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് പറയുന്നു. ഏതൊക്കെയാണ് മക്കളെ? ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ട് അല്ലെ, ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്, സ്ക്രബ്സ് ഉണ്ട്, തുണ്ട്ര റീജിയൻസ് ഉണ്ട് അല്ലെ, തുണ്ട്ര ഏരിയാസ് ഉണ്ട്. In areas of heavy rainfall, huge trees may thrive അല്ലെ. എന്ന് വെച്ചാല് നല്ല റെയിൻഫോൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ അത്രയും വലിയ നീളമുള്ള ടീക്ക് പോലുള്ള ട്രീസ് ഇല്ലേ, തേക്ക് പോലുള്ള മരങ്ങള്, റബ്ബർ, അങ്ങനെയുള്ള ട്രീസ് ആയിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുക എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ, ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ്? ദ ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ ഡിപ്പെൻഡ്സ് പ്രിമിയർലി ഓൺ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ അല്ലെ. ദ മേജർ വെജിറ്റേഷൻ ടൈപ്സ് ഓഫ് ദി വേൾഡ് ആർ ഗ്രൂപ്ഡ് ആസ്. എന്തൊക്കെയാണ് വെജിറ്റേഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന മക്കളെ? ഇറ്റ് ഇസ് ഫസ്റ്റ് വൺ ഏതാണ് നമ്മൾ പറഞ്ഞത്? ഫോറസ്റ്റ് ആണ് അല്ലെ. സെക്കൻഡ് വൺ ഇറ്റ് ഇസ് ഗ്രാസ് ലാൻഡ്സ്, ആൻഡ് തേർഡ് വൺ it is scrubs, and fourth one is tundra. Okay, and പിന്നെ വേറൊരു കാര്യം എന്താണ് പറഞ്ഞത്? In areas of heavy rainfall അല്ലെ, huge trees may thrive. അവിടെ മാത്രമേ, നല്ല റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിൽ വലിയ ട്രീസ്, വലിയ വൻമരങ്ങൾ മാത്രമേ അവിടെ നിലനിൽക്കുള്ളൂ എന്നുള്ളതും കൂടിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്ലൈഡ്. And the forests are thus associated with areas having abundant water supply. എന്ന് വെച്ചാൽ കണ്ടൽ കാടുകൾ, വലിയ കാടുകളൊക്കെ നമുക്കറിയാം അല്ലെ. എന്ന് വെച്ചാൽ ആ കാടുകൾ എന്ന് പറയുമ്പോൾ നിലനിൽക്കണമെങ്കിൽ അവിടെ എന്ത് വേണം മക്കളെ? അവിടെ മരങ്ങൾ ഉണ്ടാവും, വലിയ മരങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പോ അവിടെയൊക്കെ എന്താണ്, ആ ഒരു കാട് നിലനിൽക്കണമെങ്കിൽ അവിടെ എന്താണ്? ജലം അല്ലെ, വാട്ടർ സപ്ലൈ കൂടുതൽ വേണം എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെ as the amount of moisture decreases, the size of trees and their density reduces. അവിടെയുള്ള ടെമ്പറേച്ചറിൽ പല രീതിയിലും മാറ്റങ്ങൾ വന്നാണെങ്കിൽ അത് അവരുടെ അവിടെ വളരുന്ന ഈ മരങ്ങളെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ എന്തെങ്കിലും ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അവിടെയുള്ള ട്രീസിന്റെ വളർച്ചയെയും ബാധിക്കും എന്നാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. തേർഡ് പോയിന്റ് എന്താണ് പറയുന്നത്? ദ ഷോർട്ട് സ്റ്റണ്ടഡ് ട്രീസ് ആൻഡ് ഗ്രാസസ് ഗ്രൂ ഇൻ ദ റീജിയൻസ് ഓഫ് മോഡറേറ്റ് റെയിൻഫോൾ ഫോമിംഗ് ഗ്രാസ് ലാൻഡ്സ് ഓഫ് ദി വേൾഡ്. ഇപ്പൊ മോഡറേറ്റ് റെയിൻഫോളില് എന്താ പറയാ അത്ര നല്ല മഴയല്ല അല്ലെ, ഇന്ന് തീരെ പെയ്യാത്ത അവസ്ഥയല്ല എന്നുള്ളതിൽ പെയ്യുന്ന മഴ ഉണ്ടാവല്ലോ. ഇതിന് വളരെ നല്ലതാണ്, ഏതൊരു ഫോറസ്റ്റ് ഏരിയക്ക് നല്ലതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഏതൊരു വെജിറ്റേഷന് നല്ലതാണെന്നാ പറയുന്നത്? ഇറ്റ് ഈസ് ഫോർ ഗ്രാസ് ലാൻഡ്സ്, ഗ്രാസ് ലാൻഡ്സ് ഓഫ് ദി വേൾഡ്.
അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞത്? The forests are thus associated with areas having abundant water supply. And second point, as the amount of moisture decreases, temperature decreases, it will affect the size of trees and their density reduces. And third point discusses short stunted trees and grasses grow in the regions of moderate rainfall, forming the grasslands of the world. Grasslands എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും? ഷോർട്ട് സ്റ്റണ്ടഡ് ആയിട്ടുള്ള ട്രീസ് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രാസസ് ഗ്രോ ചെയ്തിട്ടുണ്ടാവും അല്ലെ. മോഡറേറ്റ് റെയിൻഫോളിൽ ഫോം ചെയ്യുന്ന ഇതാണ് എന്ത്? ഗ്രാസ് ലാൻഡ്സ് ഓഫ് ദി വേൾഡ്. ഓക്കെ, ഇതാണ് ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാസ് ലാൻഡ്സിന്റെ ഇമേജ് ഒക്കെ എന്ത് മനോഹരമാണ് അല്ലെ കാണാൻ വേണ്ടിയിട്ട്. ഗ്രാസ് ലാൻഡ്സ്. ഓക്കെ, and the thorny shrubs and scrubs. Thorny shrubs and scrubs grow in dry areas of low rainfall. അത്ര മഴയൊന്നും കിട്ടാത്ത ഡെസേർട്ട് ഏരിയാസ് ഒക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെയാണ് ലോ ആയിട്ട് തോണി സ്ക്രബ്സ്, ഈ മുള്ളു പോലത്തെ ഇതൊക്കെ കാണാറില്ലേ, അങ്ങനത്തെ ചെടികളൊക്കെ കൂടുതലായിട്ട് അത്ര റെയിൻഫോൾ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഡെസേർട്ട് റീജിയൻസ് പറയും അല്ലെ. ഡെസേർട്ട് റീജിയൻസ് ഒക്കെ ഓക്കെ, ഡെസേർട്ട് റീജിയൻസ് ഒക്കെ അങ്ങനെയാണ്. നെക്സ്റ്റ് വൺ, തുണ്ട്ര വെജിറ്റേഷൻ of cold polar regions comprise of moss and lichens എന്ന് പറയുമ്പോൾ തുണ്ട്ര റീജിയൻസ് എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുള്ള റീജിയൻസ് ആണ് അല്ലെ. അവിടെയുള്ള ക്ലൈമറ്റിനനുസരിച്ച് ഉണ്ടാവുന്ന ചെറിയ ചെറിയ ചെടികളാണ് എന്ത്? മോസസ് എന്ന് പറയുന്നത്. ആൻഡ് മോസസ് ആൻഡ് ലിച്ചൻസ് നിങ്ങൾക്ക് കാണാം അന്റാർട്ടിക്ക പോലുള്ള കോണ്ടിനെന്റ്സില് അല്ലെ. അങ്ങനെയുള്ള തണുപ്പ് പ്രദേശങ്ങളിലൊക്കെ മോസസ് ആൻഡ് ലിച്ചൻസ് എന്ന് പറയുന്ന വെജിറ്റേഷൻ ടൈപ്പ് പ്ലാന്റ്സ് നിങ്ങൾക്ക് അവിടെ കാണാം കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഈ സ്ലൈഡിൽ പറഞ്ഞ മക്കളെ? Thorny shrubs and scrubs grow in the areas of low rainfall എന്നും പിന്നെ എന്താണ് പറഞ്ഞത്? തുണ്ട്ര വെജിറ്റേഷൻ അല്ലെ. തുണ്ട്ര വെജിറ്റേഷൻ ഓഫ് കോൾഡ് പോളാർ റീജിയൻസ് കംപ്രൈസ് ഓഫ് മോസസ് ആൻഡ് ലിച്ചൻസ് അല്ലെ. മോസസ് ആൻഡ് ലിച്ചൻസ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതില് ഡിസ്കസ് ചെയ്തത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു സ്ലൈഡിൽ കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡില് the conservation of natural vegetation and wildlife. നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ്, നാച്ചുറൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു മക്കളെ? ലാൻഡ്, സോയിൽ, വാട്ടറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എന്തിനൊക്കെ കൺസേർവ് ചെയ്യണം എന്നാ പറയുന്നത്? കൺസർവേഷൻ. നമ്മൾ ഈ പ്ലാന്റ്സിനെയും വൈൽഡ് ലൈഫ് ആനിമൽസിനെയും ഒക്കെ കൺസേർവ് ചെയ്യണം എന്നാണ് കേട്ടോ അവര് പറയുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ കൺസേർവ് ചെയ്യണം എന്ന് പറയുന്നത്? ബിക്കോസ് പ്ലാന്റ്സ് ഗിവ് ഷെൽട്ടർ ടു ദ ആനിമൽസ് അല്ലെ. പ്ലാന്റ്സ് ആർക്ക് ഷെൽട്ടർ, വാസസ്ഥലം കൊടുക്കുമെന്നാണ് പറയുന്നത്? ആനിമൽസിന് കൊടുക്കുന്നതാണ് അല്ലെ പറയുന്നത്. ആൻഡ് ടുഗദർ ദേ മെയിൻറ്റെയിൻ ദ എക്കോസിസ്റ്റം. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആനിമൽസുമായിട്ട് ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ആ ഒരു എക്കോസിസ്റ്റം, പരിസ്ഥിതി, ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. അവരൊരു വലിയ കൂട്ടുകുടുംബമായിട്ട് പ്രവർത്തിക്കുകയാണ് പ്ലാന്റ്സും ആനിമൽസ് എന്നുള്ളതിൽ നമുക്ക് കാണാം അല്ലെ. അങ്ങനെ ഒരു വലിയ കൂട്ടുകുടുംബത്തിന് ഒരു പേരുണ്ട്, അതിനാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ മക്കളെ. ആൻഡ് ദ ചേഞ്ചസ് ഓഫ് ക്ലൈമറ്റ് and human interference can cause the loss of natural habitat for plants and animals. ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, ഈ ഫ്ലഡ്സ് ഒക്കെ വരുമ്പോൾ മെയിൻ ആയിട്ട് ഈ ഒരു വെജിറ്റേഷൻ ഫുള്ളും ഇല്ലാതാക്കും, വൈൽഡ് ലൈഫ് ആനിമൽസിനൊക്കെ ഇല്ലാതാക്കാം അല്ലെ. ഓക്കെ, ഇങ്ങനെയുള്ള ചേഞ്ചസ് ആണ് നാച്ചുറൽ ഹാബിറ്ററ്റിനെ മൊത്തമായിട്ട് ഇല്ലാതാക്കാം എന്ന് പറയുന്നത്. പിന്നെ മെനി സ്പീഷീസ് ഹാവ് ബിക്കം വൾണറബിൾ ഓർ എൻഡേഞ്ചേർഡ് and some are on the verge of extinction. കുറെ ആനിമൽസിനെ പല രീതിയിൽ എന്താ പറയാ, ടൈഗറിനൊക്കെ എന്താ പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അതിന് സ്കിന്ന് അല്ലെ, പല രീതിയിലുള്ള മെഡിസിൻസ് അതുപോലെ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ കുറെ ആനിമൽസ് ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മുടെ കണ്ണിൽ അല്ലെ കൺവട്ടത്തിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ കുറെ എണ്ണം എന്താ വംശനാശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളാ മക്കളെ?
കൺസർവേഷൻ ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് കോൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പ്ലാന്റ്സ് ഗീവ് ഷെൽട്ടർ ടു ദ ആനിമൽസ് ആൻഡ് ടുഗദർ ദേ മെയിൻറ്റെയിൻ ദി എക്കോസിസ്റ്റം. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ചേഞ്ചസ് ഓഫ് ക്ലൈമറ്റ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫിയറൻസ് ക്യാൻ കോസ് ദ ലോസ് ഓഫ് നാച്ചുറൽ ഹാബിറ്ററ്റ് ഫോർ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ മക്കളെ. ആൻഡ് ലാസ്റ്റ് point in the slide is many species have become vulnerable. കുറച്ചേ ഇപ്പൊ കാണപ്പെടുന്നുള്ളൂ. കുറെ പണ്ട് കാലത്ത് കുറെ സ്പീഷീസ് കാണപ്പെട്ട ആ ആനിമൽസിൻ്റെത് എന്താണ് ഇപ്പൊ കുറഞ്ഞു വരികയാണെന്നാ പറയുന്നത്. and some are on the verge of extinction. കുറെ വംശനാശം അനുഭവപ്പെട്ട് കുറെ ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺമുന്നിൽ നിന്ന് എന്നാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത് കേട്ടോ. ഇത് നോക്ക്, 2018 ഫ്ലഡ് ഉണ്ടാക്കിയപ്പോ അതെങ്ങനെ നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷനെയും വൈൽഡ് ലൈഫിനെയും എല്ലാത്തിനെയും എഫക്ട് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു പിക്ചറിൽ. ഓക്കെ, പിന്നെ ആനിമൽസിന്റെ കാര്യം നോക്കുകയാണ്. വെജിറ്റേഷന്റെ ഇപ്പൊ പറഞ്ഞു, ആനിമൽസിന്റെ കാര്യം. ദ ആനിമൽസ് ആർ പോസ്ഡ് ഫോർ കളക്ഷൻ ആൻഡ് ഇലീഗൽ ട്രേഡ് for hide, skins, nails, teeth, horns as well as feathers. അല്ലെ എന്ന് വെച്ചാൽ ആനിമൽസും പല രീതിയിലുള്ള വംശനാശം അനുഭവിക്കുന്നുണ്ട്. എന്താണ് അതിന് എന്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നാ പറയുന്നത്? അല്ലെ ഇലീഗൽ ട്രേഡ്, അല്ലെ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആനിമൽസിന്റെ സ്കിന്ന് യൂസ് ചെയ്യുന്നു, നെയിൽസ് യൂസ് ചെയ്യുന്നു, അല്ലെ നെയിൽസ് യൂസ് ചെയ്യുന്നു, ടീത്ത് പല്ലുകള്, ഹോൺസ് അതിന്റെ കൊമ്പുകള്, പിന്നെ ബേർഡ്സിന്റെ ആണെങ്കിൽ അതിന്റെ ഫെദേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ട്രേഡിന് വേണ്ടിയിട്ട്, എല്ലാം പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ആളുകൾ അല്ലെ. ആൻഡ് സം ഓഫ് ദിസ് ആനിമൽസ് ആർ, ഏതൊക്കെ ആനിമൽസിനെയാണ് അവര് ട്രേഡ് ചെയ്യുന്നത് അല്ലെ? ടൈഗർ, ലയൺ, എലിഫന്റ് അല്ലെ, എലിഫന്റ് ആൻഡ് ഡിയർ, ബ്ലാക്ക് ബക്ക്, ക്രൊക്കോഡിൽ and rhinoceros and snow leopard and ostrich and peacock. ഇത്തരം ആനിമൽസിന് ലക്ഷ്യം വെച്ചിട്ടാണ് അവർ ഇലീഗൽ ട്രേഡ് നടത്തുന്ന മനുഷ്യര്. എന്തൊക്കെ? ടൈഗർ, ലയൺ, എലിഫന്റ്, ഡിയർ, ബ്ലാക്ക് ബക്ക്, ക്രൊക്കോഡിൽ, റിനോസറസ്, സ്നോ ലെപ്പേർഡ്, ഓസ്ട്രിച്ച് ആൻഡ് പീകോക്ക് അല്ലെ. അപ്പൊ അതിനൊക്കെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സ്കീംസ് ഗവൺമെന്റ് ഇതാക്കിയിട്ടുണ്ട് അല്ലെ. വൈൽഡ് ലൈഫ് കൺസർവേഷനിസ്റ്റ് കുറെ പോളിസി കൊണ്ടുവന്നപ്പോ അത് ഗവൺമെന്റ് സക്സീഡ് ചെയ്തിട്ട് ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങള് ഫോം ചെയ്തു. അതാണ് എന്ത്? ഫസ്റ്റ് വൺ, നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് ബയോസ്ഫിയർ റിസർവ്സ് അല്ലെ. ടൈഗർ ബയോസ്ഫിയർ റിസർവ്സ് ഒക്കെ കർണാടകയിൽ നമുക്കറിയാം. അതുപോലെ നാഷണൽ പാർക്സിലെ പല ഇതിലുള്ള നാഷണൽ പാർക്സ് പല റീജിയൻസില്, പല സ്റ്റേറ്റ്സില്, പല കൺട്രീസില് ഈ ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അല്ലെ. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് our natural vegetation and wildlife. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത് അല്ലെ. ഓക്കെ, അപ്പോ ആനിമൽസ് ആർ പോസ്ഡ് അല്ലെ. ആനിമൽസ് ആർ പോസ്ഡ് ഫോർ കളക്ഷൻ ആൻഡ് ഇലീഗൽ ട്രേഡ് ഓഫ് ഹൈഡ്സ്, സ്കിൻസ്, nails, teeth, horns as well as feathers. And next point, some of these animals, ഏതൊക്കെ ആനിമൽസിനെയാണ് ട്രേഡ് പേർപ്പസിൽ അവരൊക്കെ ക്രൂരമായിട്ട് ക്രൂരമായിട്ട് പല രീതിയിൽ അവരുടെ സ്കിൻസും, നെയിൽസും, ടീത്തും, ഹോൺസും, ഫെദേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ആനിമൽസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ. ടൈഗർ, ലയൺ, എലിഫന്റ്, ഡിയർ, ബ്ലാക്ക് ബക്ക്, പീകോക്ക്, ക്രോക്കോഡിൽ, ഓസ്ട്രിച്ച്, സ്നോ ലെപ്പേർഡ് എക്സെട്ര. ഓക്കെ, അതിനൊക്കെ കൺസേർവ് ചെയ്യാൻ വേണ്ടി വന്ന കുറെ പ്ലാറ്റ്ഫോംസ് ആണ് എന്തൊക്കെ? നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് ലാസ്റ്റ് വൺ ബയോസ്ഫിയർ റിസർവ്സ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കില്, എന്ത് ടോപ്പിക്കാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്? നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ അല്ലെ. Conservation of natural vegetation and wildlife അല്ലെ. അല്ലെ, എന്തൊക്കെ രീതിയിൽ അവരെ കൺസേർവ് ചെയ്യാം എന്നാണ് പറയുന്നത് മക്കളെ? എന്തൊക്കെ രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം?
ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, മെയിൻ ആയിട്ട് നാഷണൽ പാർക്സ് അല്ലെ, നാഷണൽ പാർക്ക്, നാഷണൽ പാർക്സ്, പിന്നെ എന്തൊക്കെ രീതിയിൽ ഈ വൈൽഡ് ലൈഫ് ആനിമൽസിന് നാച്ചുറൽ വെജിറ്റേഷനെ കൺസേർവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെ രീതിയിലാണ്? നാഷണൽ പാർക്സ് ഫോം ചെയ്തിട്ട് ആനിമൽസിനെയും അതുപോലെ പ്ലാന്റ്സിനെയും ഒക്കെ പല രീതിയിൽ, പല സ്പീഷീസിലുള്ള പ്ലാന്റ്സിനെയും ഒക്കെ അവിടെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം അല്ലെ. പിന്നെ എന്തൊക്കെയാണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. പിന്നെ തേർഡ് വൺ എന്താണ്? ബയോസ്ഫിയർ റിസർവ്സ് അല്ലെ. ഓക്കെ, ബയോസ്ഫിയർ റിസർവ്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ പല ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു. ഇലീഗൽ ട്രേഡിംഗ് ഒക്കെ നടത്തുന്നത് പറഞ്ഞു അല്ലെ. ആളുകള് പല രീതിയിൽ ആനിമൽസിനെ ഇലീഗൽ ട്രേഡിംഗ് ചെയ്യുന്നു അല്ലെ. നോക്കാം, ഇതിൽ ഇലീഗൽ ട്രേഡ് എന്തൊക്കെ? ഈ ആനിമൽസിന്റെ എന്തൊക്കെയാണ്? ഹോൺസ് അല്ലെ. Illegal trading like poaching of tiger skin. അതൊരു വൺ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏതൊക്കെ ആനിമൽസ് ആണ് ഇപ്പോ എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നത് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. കുറെ എൻഡേഞ്ചേർഡ് ആനിമൽസ്, അത് ഏതൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു. എൻഡേഞ്ചേർഡ് ആനിമൽസ് ഏതൊക്കെയാണ് ഇപ്പോഴത്തെ രീതിയിൽ. അതുപോലെ തന്നെ ഇലീഗൽ ട്രേഡിങ്ങിന്റെ അല്ലെ, ടൈഗറും അതുപോലെ റിനോസറസ് അല്ലെ, ടൈഗർ, റിനോസറസ് ആൻഡ് സ്നോ ലെപ്പേർഡ് അല്ലെ. എന്തൊക്കെയാണ് നമ്മള്? റിനോസറസ്, പിന്നെ സ്നോ ലെപ്പേർഡ്, പിന്നെ ചില പക്ഷികളെ ഫെദേഴ്സിനൊക്കെ നല്ല ട്രേഡിംഗ് പ്രോഫിറ്റ് ഉണ്ടാവും പല കൺട്രീസിലേക്ക് അയച്ചാലൊക്കെ. ഇപ്പോ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പീകോക്ക് അല്ലെ, പീകോക്കിന്റെ നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് ആണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ്, എന്തൊക്കെ രീതിയിൽ അതിനെ കൺസേർവ് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞ മക്കളെ. ഇപ്പൊ എന്താണ്? നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് ബയോസ്ഫിയർ റിസർവ്. പിന്നെ ഇലീഗൽ ട്രേഡിംഗ് ലൈക്ക് എന്തൊക്കെയാണ്? പോച്ചിങ് ഓഫ് ടൈഗർ സ്കിൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. പിന്നെ എൻഡേഞ്ചേർഡ് ആനിമൽസ്, കുറെ ആനിമൽസ് ഇപ്പൊ എന്താണ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് വംശനാശം അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. എൻഡേഞ്ചേർഡ് ആനിമൽസ് അല്ലെ. ഏതൊക്കെയാണ് എൻഡേഞ്ചേർഡ് ആനിമൽസ്? ഫോർ എക്സാമ്പിൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. റിനോസറസ്, അതുപോലെ തന്നെ സ്നോ ലെപ്പേർഡ്, പീകോക്ക്, അതിന്റെ ഫെദേഴ്സ് ഒക്കെ ഇലീഗൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.